ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നിലച്ചു പോകരുതെന്നാണ്. അതിനാണ് LDFിനെ മൂന്നാമതും തിരഞ്ഞെടുക്കുക. മൂന്നാമതും ഈ തുടരുന്ന പിണറായി സർക്കാരിൻ്റെ ആ പരിഷ്കാരങ്ങൾ മൂന്നാമത്തെ LDF ഭരണത്തിലും തുടരണം എന്നുള്ളതാണ്. അത് തുടരണം. അതുകൊണ്ടാണ് ഈ വികസനത്തിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ള പിണറായിയുടെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. ജയിച്ചു വന്നാൽ സ്വാഭാവികമായും ഇപ്പോഴുള്ള ഈ മിഷനുകൾ, അതുപോലെ ക്ഷേമ പദ്ധതികൾ, വൻകിട പ്രോജക്റ്റുകൾ അതൊക്കെ തുടരും. അപ്പോൾ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നിലച്ചു പോകരുതെന്നാണ്. അതിനാണ് LDFിനെ മൂന്നാമതും തിരഞ്ഞെടുക്കുക. അപ്പോൾ മൂന്നാമതും LDF കോമ്പൗണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ പേരാവൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് LDFിൻ്റെ ജനപ്രതിനിധിയായി ഞാനും കൂടി ജയിച്ചു വരണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് കരുതുന്നത്. അതാണ് പലരും എന്നെ കാണുമ്പോൾ ടീച്ചർ എന്തായാലും വേണം, ജയിച്ചു വരണം, ടീച്ചർ അടുത്ത ഈ LDFിൻ്റെ ഭാഗമായിട്ടുള്ള ജനപ്രതിനിധികളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം എന്ന് പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ നാട്ടുകാർ എന്നെ ജയിപ്പിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.